ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പെരിയില് വന്നിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ കുറച്ച് സമയം ഒന്ന് മോർണിംഗ് വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ചായ കുടിക്കാണ് കേട്ടോ. ഒരു കാലി ചായ. പിന്നെ കൂടെ ഒരു അത്തിപ്പഴമുണ്ട്. ആങ്ങളെ കുറച്ച് കുറച്ച് മുമ്പ് കൊടുത്തയച്ചതില് ബാക്കിയുള്ള അത്തിപ്പഴമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു അത്തിപ്പഴത്തിന്റെ പീസും കൂടെ ചായയും പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. എനിക്ക് രാവിലെ അതൊന്നും വലിയൊരു ഇതില്ല. മധുരമുള്ള ബിസ്ക്കറ്റാ. ഒരുപാട് മധുരമുള്ള ബിസ്ക്കറ്റൊന്നും ഈ രാവിലെ തന്നെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ അടുക്കളയിൽ കയറി ഉമ്മാനെ കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഉമ്മ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിരിക്കണം. ഉമ്മ ചപ്പാത്തിയൊക്കെ അവിടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ സമയം കൊണ്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കട്ടെ കേട്ടോ. ഇവിടെ മക വെണ്ണൂറ് കോരാനൊരു കയ്യിലും കോരി വെക്കാനൊരു പാത്രമൊക്കെ ഉണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് അത് ഇമ്മ ചെടികൾക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കണത്. അപ്പൊ ഞാനിത് ആ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് മമ്മീജി പറഞ്ഞത് രണ്ട് സൈഡിലും ഓരോരോ കല്ല് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് ചട്ടി ഒന്ന് പൊന്തി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ആകെ എന്താണ് പുക ഇക്കാരം പുക ഒന്ന് ശ്വാസം വിടാനൊക്കെ സ്ഥലം വേണത്രേ. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചെടുത്തിക്കണ്, കരിയാക്കി എടുത്തിക്കണ്. അപ്പോഴത്തേന് ഇവിടുന്ന് ഇമ്മ ഓരോന്ന് ചപ്പാത്തി പരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ചട്ടി ചൂടായിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കും. അല്ലെങ്കിൽ സാധാരണ കുടിയിൽ വന്നാൽ ഫസ്റ്റത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ കപ്പ പറിച്ച് പുഴുങ്ങിയതൊക്കെ കേൾക്കാരം. അപ്പം ഇന്നും ഉമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപ്പ പുഴുങ്ങണോ ചപ്പാത്തി മതിയോ. ഞാൻ ഓപ്ഷൻ ബി തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ഈ കപ്പ വേണ്ടെന്ന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം പറഞ്ഞാൽ നാളെ പറിച്ചോ അല്ലെങ്കിൽ 4 മണിക്ക് പറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഉമ്മാനെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞ് ഉമ്മ മെല്ലെ പുറത്തിറങ്ങിക്കണേ. ഉമ്മാക്ക് കുറച്ച് ഓലക്കൊടിയൊക്കെ കിട്ടിക്കണേ. അതൊക്കെ വെട്ടി പാത്താക്കണ പണിയാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ വെട്ടി പാത്താക്കിയിട്ട് വേണം ഞമ്മക്ക് ചെയ്യുന്ന കുറച്ച് ഇസ്കാന്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യല് കേട്ടോ. ഇപ്പൊ ദാ അടുത്ത് ഒരു ദിവസം കുഞ്ഞുട്ടി വന്നപ്പോ ഇതേപോലെ ഒരു ചാക്കിലാക്കിയിട്ട് ഒരു 4-5 കെട്ട് ഓലക്കൊടി ഉമ്മ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇമ്മാരുള്ള കാര്യം ഇങ്ങനെ ആസിഡ് കുടിച്ചൊക്കെ ഇങ്ങനെ നടക്കാലോ. ഞാൻ ആസിഡ് കുടിച്ചല്ലൊന്നുമില്ല, ഞാനൊരു ഉപ്പമ്മ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം അവിടെ എന്താ ചോറിനുള്ള അരിക്കുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അടുപ്പാകുമ്പോൾ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ വെക്കണം, അല്ലെങ്കിൽ പിന്നെ തീ കെട്ടാ പിന്നെ അത് കത്തിച്ചിട്ടില്ല ഭയങ്കര പാടാ. അപ്പം ചപ്പാത്തിക്കുള്ള കറിയൊന്നും സെറ്റാക്കിയിട്ടില്ല, അതാണ് ഇപ്പൊ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് കടലക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്, പക്ഷെ എന്നാലും രാവിലെ കുത്തുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് കിളി കുറച്ച് പറഞ്ഞിക്കണേ. അപ്പൊ അയലൊക്കത്തുനിന്ന് ഒരു അരമുറി ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെക്കന്റെ 4 സൈഡൊന്ന് വീക്ഷിച്ചു നോക്കുകയാണ്, എവിടെയെങ്കിലും വല്ല താമരന്റെ ലുക്കും ഉണ്ടോന്ന്. എവിടെ? അപ്പൊ ഇനി ചായ കുടിച്ചാലോ. അപ്പൊ നമ്മളെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. പിന്നെ അതാ ചക്കയൊക്കെ ഇമ്മമ്മയാണ് സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇമ്മമ്മ ചക്കയൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി തരും. ഉമ്മമ്മക്ക് ഇങ്ങനെ അരിയൽ പിടിക്കൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഉമ്മ അതൊക്കെ അരിഞ്ഞ് പാത്രത്തിലാക്കി തരും. പിന്നെ അതിങ്ങനെ വെച്ചാൽ മതി നമുക്ക്. അപ്പൊ ആകെ ചെറിയ പീസാണ് ചക്ക കിട്ടിയതും, പക്ഷെ അതിൽ അധികം ചവണികളാണ് കേട്ടോ. ചുളകൾ കുറവാ. അപ്പൊ ഉമ്മ അതിന്റെ ആ ഒരു പുറം ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ഇതാക്കി കണക്ക് ചെത്തിയെടുക്കണം കേട്ടോ. സംഗതി പറഞ്ഞാൽ ആടുകൾക്കൊക്കെ കുറച്ച് കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആടുകളൊന്നും ഇല്ല കേട്ടോ. ആടുകളും പശുവൊക്കെ ഉള്ളവര് വന്നിങ്ങനെ വെള്ളം കൊണ്ടുപോകും അങ്ങനെ. അപ്പൊ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ മാക്സി ഒന്നും കണ്ട ആരും പേടിച്ചണ്ട, ലൂസ് ആപ്ലിക്കേഷനാണ്. ഉമ്മാനെ മാക്സിയാണ് കേട്ടോ. ഞാൻ മിക്കവാറും ദിവസം ഒന്നും വരുമ്പോൾ കൊണ്ടുവരലില്ല കേട്ടോ. മക്കളുടെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ തന്നെ പിന്നെ എൻ്റെ ഡ്രസ്സൊന്നും ബാഗിൽ കൊള്ളൂല.
പിന്നെ ഒരു 3-4 കേസും സഞ്ചിയൊക്കെ ഏറ്റി കൊണ്ടുവരണ്ടേ വിചാരിച്ചിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പഠിക്കും കേട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് ഉമ്മാൻ്റെ മാക്സിയൊക്കെ കുത്തിക്കയറ്റലാണ് എൻ്റെ ഏക പരിപാടി. ഉമ്മാൻ്റെ മാക്സി പിന്നെ എനിക്ക് ചുരിദാർ ഇടും പോലെയാണ്. ഉമ്മ ഒരു ഇത്തിരി കൂടി നീളം കുറവാണേ. അപ്പം ഉമ്മാക്ക് ഉമ്മാൻ്റെ മാക്സി എനിക്ക് ഒരു മറ്റേ കുർത്ത ഇടും പോലെയാണ്. ഒരു പാൻറ്റൊക്കെ വേണമെങ്കിൽ ഇടാം എന്നുള്ള മട്ടത്തിൽ. അങ്ങനെ പാത്രമൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ച് ആ സമയം തന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൂടി വൃത്തിയാക്കിട്ടോ. ആ ഒരു അടുപ്പും വീതനയും സിങ്കിൻ്റെ ആ ഭാഗങ്ങളും ഒക്കെ ഒന്ന് തുടച്ച് സെറ്റപ്പ് ആക്കി കേട്ടോ. ഇമ്മ ഇവിടെ കുറേ സാധനങ്ങൾ കയറ്റിയൊക്കെ വെച്ചിന്. അതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വീതനൊക്കെ ഒന്ന് ഒഴിവാക്കി സ്വസ്ഥമായിട്ട് സമാധാനമാക്കി വിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും ഉമ്മമ്മ ചക്കയൊക്കെ ഇതാ കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇത് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ ചക്ക വളരെ കുറച്ചുള്ളേനി കേട്ടോ. അതാണ് ഉമ്മമ്മ അതിൻ്റെ ആ ഒരു തൊലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിനിയത്. പിന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടോ. ഞാനപ്പോൾ വെള്ളം വെച്ചെങ്കിലും അപ്പോൾ ചോറ് തീമട്ടിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറൊക്കെ തീമട്ടിട്ടുണ്ടായിനിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഒന്ന് മിന്നിയിട്ടുണ്ടായിനെ. ഉമ്മ പോയിട്ട് അസലുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അസലുവിനെ ഉമ്മ 40 കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നില്ല. ഉമ്മ ഒറ്റക്കാവുമ്പോൾ നിൽക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ ഇപ്പൊ ഞങ്ങളെല്ലാരും വന്നപ്പോ ഉമ്മ പോയിങ്ങാണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളെ കൂടെ 4 ദിവസം നിൽക്കാൻ. ഓര് പിന്നെ അങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ. വീണുടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞ മാതിരിയാണ് ആള്. എവിടെ വരുമ്പോ അമ്മച്ചിനെ ചോദിച്ചു നൊലോളിച്ചേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആൾക്കില്ല. അപ്പൊ അതാ ഇമ്മ വന്നതിന് ശേഷം പിന്നെ ഉമ്മ കുക്കറിൽ ചക്കയൊക്കെ ഇട്ട് അതിക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി ഉമ്മ ഇടാൻ മറന്നീന് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇടാനൊക്കെ ഓർമ്മിപ്പിച്ചത്. അപ്പം ഞാൻ വെക്കുമ്പോ ഞാന് പച്ചമുളകും മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുക. ഇവിടെ ഉമ്മ മുളക് പൊടി ഇടും. എനിക്ക് ആ മഞ്ഞ കളറ് കാണുന്നതാണ് ചക്ക കൂട്ടാൻ ഇഷ്ടം. ഇവിടെ പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിന് വേണ്ടി രണ്ടാളും പാടെ തർക്കായപ്പോ പിന്നെ ഞങ്ങള് ഓഹരി വെച്ച് രണ്ട് സൈഡ് അങ്ങോട്ട് വീതം വെച്ച് കൊടുത്തു ട്ടോ. ഊഞ്ഞാലോ ഇഞ്ഞവിടെ ഇരിക്കണെങ്കിൽ രണ്ടാൾക്കും സ്വത്തും വേണ്ട ഓഹരിയും വേണ്ട ഒന്നും വേണ്ട. പക്ഷെ ഒരാൾ ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നത് കണ്ടാൽ അപ്പൊ അടുത്താക്കും ആ ഊഞ്ഞാലിൽ ഇരിക്കാനുള്ള ഒരു പൂതിയാണ് ട്ടോ. അപ്പൊ ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്താണാവോ വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മക്കളെ. അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി വീഡിയോ വരുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്നും ബോറടിക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് കണ്ടാൽ മതി. ഇനിയിപ്പോ സമയം കിട്ടിയില്ലെങ്കിൽ വല്ല പണിയൊക്കെ എടുക്കുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഓണാക്കി വെച്ചാൽ മതി. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ തൊള്ളട്ടച്ചങ്ങോട്ട് പോയിക്കോളും. ഭയങ്കര പുളിയാ. ഭയങ്കര പുളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയാണ് കേട്ടോ. ഒന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആക്കി വെക്കാനും പിന്നെ കുറച്ച് കറി വെക്കാനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കാനുള്ളത് ഞാനിതാ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കറി വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ അമ്മ. ഇപ്പൊ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ വോയിസ് ഓവർ എടുക്കൽ കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പൊ രാത്രി എഡിറ്റിംഗ് തീർന്നാലും ചിലപ്പോൾ രാത്രിക്ക് വോയിസ് ഓവർ എടുക്കലൊന്നും കഴിയൂല. അപ്പൊ അതുകൊണ്ട് സുബൈക്ക് വെച്ചിട്ട് ഒരു ഇത്തിരി ചായയൊക്കെ കുടിച്ചൊന്ന് എനർജി ഉണ്ടാക്കിയിട്ടാണ് വോയിസ് ഓവർ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ വോയിസിന് ഉണ്ടാവും. ക്ഷമിച്ചാളേ, സാരല്ല. പിന്നെ അതാ ചെറിയാൾക്ക് ഫോൺ വിളിച്ചിട്ട് ടൈമാണ് കേട്ടോ. അപ്പൊ ആള് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മീൻകറിന്റെ ബാക്കിക്കന്നെ വന്നു കേട്ടോ. ചിലപ്പോൾ ഉള്ളി കരിഞ്ഞാലോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാൻ സാധാരണ സവോളയും തക്കാളിയൊന്നും അധികം ചേർക്കില്ല. എനിക്ക് മീൻകറിക്ക് അതൊന്നും ഇല്ലാതെ വെറും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അങ്ങനെയൊക്കെ ഇട്ട് എൻ്റെ വേറൊരു വെപ്പാണ് കേട്ടോ. പിന്നെ പുളി നല്ല പോലെ കറുത്തിട്ടാണ്. ആ പുളിൻ്റെ കളർ കൊണ്ട് ആ ഒരു മീൻകറിൻ്റെ കളർ തന്നെ ഒരു ഡാർക്ക് വന്നിട്ടുണ്ടേനി കേട്ടോ. ഈ പുളി നമ്മൾ തന്നെ ഇവിടെ നമുക്ക് പുളിമരണ്ടേ. അപ്പൊ അവിടുന്ന് കഴിഞ്ഞ കൊല്ലല്ല അതിന് മുന്നത്തെ കൊല്ലറ്റ് ഒരുപാട് പുളി ഉണ്ടായപ്പോൾ അങ്ങനെ ഉണക്കി എടുത്ത് വെച്ചതേനി കേട്ടോ. അതാ ചക്ക കൂട്ടാൻ റെഡി ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കാണാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കൊരു മഞ്ഞ കളറിലാണ് ഇഷ്ടം. ഇവിടെ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുക. പിന്നെ അതാ മീൻകറി എൻ്റെ അടുത്ത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറി വെന്ത അടുപ്പത്ത് തന്നെ മീൻ പൊരിക്കാനുള്ളതും മസാല ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയും പോലെ എല്ലാം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഒരു 3-3.5 മാസമൊക്കെ ഗ്യാസ് നിൽക്കും. ഓരോന്ന് കഴിയുമ്പോഴത്തേനും ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഉമ്മ ഇങ്ങനെ അടുപ്പത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ നല്ല ഉണങ്ങിയ വിറകുമാണ്. അപ്പൊ പിന്നെ പ്രയാസമല്ല. ഓരോ കൊള്ളി വെച്ചാലും അങ്ങനെ ചൂടിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ആയിക്കോളും. അതിന്റെ ഇടയ്ക്ക് ഇവിടെ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടികളെ ആട്ടാൻ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. നിയമോള് കുറേ സമയം ഇവിടെ നിന്നുകാണ്ടേ എനിക്ക് വെച്ച ഞാൻ കൊയങ്ങി പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാണേ.
ഞാൻ ഇവിടെ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ആട്ടി കൊടുക്കണത് കേട്ടോ. അങ്ങനെ ഉച്ചയായി, ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പൊ മീൻകറിയും മീൻ പൊരിച്ചതും പിന്നെ നമ്മളെ ചക്കക്കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത്. ചക്കക്കൂട്ടാന് ഇങ്ങനെ എല്ലാവർക്കും സൈഡിലൊരു തൊട്ടുകൂട്ടാൻ എന്നുള്ള രീതിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഉള്ളതിനിത്. പക്ഷെ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല ചക്കക്കൂട്ടാൻ. ഇവിടെ അജു കഴിക്കും, നീയക്കുട്ടി കഴിക്കൂല കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഇതാ ചെറിയൊരു കാറ്റൊക്കെ, ഭയങ്കര ചൂട് കഴിഞ്ഞിട്ട് അന്നേ. അതിനിടയ്ക്ക് മക്കള് മാങ്ങ പൈത്തുക്കണൂന്ന് പറഞ്ഞിട്ട് ഇമ്മമാനെ സോപ്പിട്ട് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിനി. പക്ഷേ ആ മാങ്ങ പൈത്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. ചെറിയൊരു ചെനപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി വെയിൽ കൊണ്ട് അതിന്റെ പുറം ഭാഗം ഇങ്ങനെ കളർ ചേഞ്ച് ആയതാ തോന്നുന്നുണ്ട്. നല്ല പുളിയുള്ളൊരു മാങ്ങി. പിന്നെ ഇന്ന് 4 മണിക്കും പായസം തന്നെ. ഇനി കുറച്ച് മറ്റേ കിച്ചടി പരിപ്പ് ഉണ്ടായിനി കേട്ടോ ഇവിടെ. അപ്പം ഉമ്മ പറഞ്ഞിനി അത് തീർക്കാൻ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടീനി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പായസം തന്നെയാക്കാം. ശർക്കരയുണ്ട്, പിന്നെ പാല് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇതൊരു ഒരു തട്ടിക്കൂട്ട് പായസം. അങ്ങനെ ഞാൻ ഒരു പായസമൊക്കെ സെറ്റാക്കിയിട്ട് അതായിരുന്നു കേട്ടോ 4 മണിക്ക് കുടിച്ചിട്ടുണ്ടേനി. പിന്നെ 4 മണി ആയപ്പോൾ ഒരു മഴ ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കേനി കേട്ടോ. അപ്പൊ ഞങ്ങളും വിചാരിച്ച് വൈബ് അടിച്ച് പായസമൊക്കെ കുടിച്ചാന്ന് വിചാരിച്ച് നിൽക്കേനി. പക്ഷേ വൈബ് വിചാരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി മഴ വന്ന് എയിലോ പോയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ അതാ ഞാനൊരു പായസമൊക്കെ സെറ്റപ്പ് ആക്കിയെടുത്ത് പിന്നെ ഞങ്ങള് അതാണ് കേട്ടോ 4 മണിക്ക് കഴിച്ചിട്ടുണ്ടേനിയത്. ഇത് മൂത്തമ്മാന്റെ മകനാണ് കേട്ടോ. ഓന് പന്തളിച്ചാൻ പോയിങ്ങാണ്ട് കാല് മറ്റേ ഇതാക്കിങ്ങാണ്ട് വന്നിക്കണ് കേട്ടോ. ഉളുക്കിങ്ങാണ്ട് എന്താ വന്നിക്കണ് കേട്ടോ. അപ്പൊ ഉമ്മമ്മാനെ കൊണ്ട് ഉജിച്ചാൻ വേണ്ടി വന്നതാണേ. ഉമ്മമ്മ ഇങ്ങനെ ഉജ്ജലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം മുതലേ. അപ്പൊ ഓന് ഓരോ എക്സ്പ്രഷൻ ഒക്കെ കണ്ടപ്പോ അത് വീഡിയോ എടുത്തുകാണ്ട് നിയമോളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിരിച്ചേനി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങള്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും, ബോറടിക്കണില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ. ചെറിയൊരു ഹാർട്ടെങ്കിലും കമന്റ് ഇട്ടാൽ മതിയടോ. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോല് പുതിയതൊക്കെ കാണുന്നോല് ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.